ഗൈസ് ഇപ്പോൾ ഞാൻ വടക്കേശാലിക്ക് പോയി വന്ന് കാണുന്ന വീട്ടിൽ നല്ല വെയിലുണ്ടാകും. ഞാൻ കോട്ടൺ എടുത്തില്ല. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവേദിയുടെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അവിടേക്ക് നേഹയും നയനും വരും. എന്താ ചിലപ്പോൾ വരണോ. എന്നിട്ട് നേഹയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഞങ്ങൾ ഒരു കേക്ക് അവിടെ അറിയാൻ കുറിക്കാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടുപിടിക്കാം ബസ്സിലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് കണ്ടക്ടർമാരോട് ചോദിക്കാം. വായനശാല ബസ്, വായനശാല ബസ് ഇതോ. ബസ്സിൽ നല്ലൊരു സീറ്റ് നോക്കി ഇരുന്നാട്ടാ. പക്ഷെ ഞാൻ ഇരുന്നത് വെയിലുള്ള സ്ഥലത്തായി പോയി. ബസ് എടുക്കണമില്ല. എന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തത്. ഞാൻ ബസ് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. നിവേദ്യ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാണാനില്ല ഇവിടെ. നിങ്ങളുടെ പോണ്ടേന്നൊരു ഐഡിയ ഇടയ്ക്കാണെന്ന് തോന്നുന്നു. എന്താ ആരാ വഴി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനിയാണ് കേക്കും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നേഹ വരുമ്പോഴേക്ക്. ഞങ്ങളിവിടെ എത്തി ഗൈസ്. ഞങ്ങളൊരേപോലെ ഡ്രസ്സിടാൻ പോവാ. ഉള്ള പൂച്ചകളെ കാണിച്ചു തരാം. ഇത് സ്മോക്കി. എന്താണ് സ്മോക്കി? അവളുടെ സ്മോക്കി. ഇതൊരു പട്ടി. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സുന്ദരി ഇങ്ങോട്ട് നോക്കി. സുന്ദരി ഇത് കടിക്കോടി. ഹായ് ഹലോ ഹലോ ഹായ് പറയും. ഹായ് പറയും. ഞങ്ങൾ ഈ തിരക്കിട്ട് പോണത് കേക്കും സാധനങ്ങൾ വാങ്ങാനായിട്ടാണ്. ഞങ്ങൾ എത്താറായെന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്യണം. മാംഗോ ബേക്കേഴ്സ് നമ്മൾ കേക്ക് വാങ്ങാൻ പോവാം. ഏടാരിത്തുള്ള കളി അവരെടുക്കണം അറിയാത്ത പോലെ. അവളോട് ഞാൻ കേക്ക് കാണിക്കണ പോലെ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അഭിനയിച്ച് തകർക്കാണ്. കേക്കില്ലാത്ത ഭാഗം നോക്കി കാണിച്ചു തന്നിട്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി വേറെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് പോയിട്ടാ. ഞങ്ങളുടെ വീട്ടിലൊരു അസത്ത് കിടാവാണിത്. ഇതാണ് അസത്ത്. ഈ കണ്ടി സ്വർണ്ണപ്പല്ല് നോക്കട്ടെ. ഇവൾക്ക് 5 പുഴുപ്പലുണ്ട് ഗൈസ്. നോക്കട്ടെ. ഞങ്ങൾ ഒത്തുതീർപ്പായിട്ടാ. ഇല്ലേ ഇല്ലേ ഒത്തുതീർപ്പായി. സെറ്റായില്ലേ? പോവാ നമുക്ക്. ഗൈസ് നമ്മള്
പാറത്തോട്ടേ പോവാണ്. അറിഞ്ഞിട്ട് കറക്റ്റ് എന്താ സാരി എടുത്തിട്ട് വായോ മുന്നേ സാരി എനിക്ക് ആരും ഉടുപ്പിച്ചു തരും. ഫ്ലക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നടക്കണത് എടുത്താ ഫോട്ടോ എടുക്കടി. പാറത്തോട് ഒരു ഫോട്ടോ എടുത്തോട്ടേടി. ഫോട്ടോ എടുക്കല് ഞങ്ങളിപ്പോ പാറത്തോട്ടിലാണ്. ഹായ് പറയുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇത് അതിരമ്പള്ളിക്കാണ് ഈ വെള്ളച്ചാട്ടം പോണത്. ആ വളവ് തിരിഞ്ഞ അതിരമ്പള്ളി. നീ ഇടയ്ക്ക് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് എന്റെ ഫാൻ ഗേളായിട്ട് വരും. നിന്റെ ഫാൻകളാണ് ഞാൻ വരുന്ന. അത് തിരിച്ചാണോ പറഞ്ഞത്? ഞങ്ങൾ കുളിക്കാൻ പോവാൻ പാറത്തോട്ടിൽ. പാറത്തോട്ടിൽ വന്നേക്കാണ്. കൃഷ്ണനൊക്കെ ഉണ്ട്. കൃഷ്ണ കൃഷ്ണ കുറവുള്ള കൊറേ പിള്ളേര്. ഞങ്ങൾ വീട്ടിൽ പോവാറുണ്ടോ? ഇടയ്ക്ക് വിളിച്ചു വരണം. കൊയ്ത്തുപാട്ടിന്റെ താളത്തിലുള്ള ചിക്കനോ? നിന്നെ കരയിപ്പിച്ചവള് ഇല്ല നമ്മ സെറ്റല്ലേ? നല്ല പല്ലാടി നിന്റെ. നമ്മ സെറ്റ് കുളിച്ചു. എന്നെ വിളിച്ചല്ലേ? അതെന്താ 6 ഞാൻ മെസ്സിന്റെ ബൈ. ഷിൻഡരി ബാഡി നമ്മള് കൊറിയൻ മാഗി ഉണ്ടാക്കാൻ പോവാം. ഞാൻ അത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവര് കഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം ഇവര് റിയാക്ഷൻ ഉണ്ടാവും. നമ്മളിതിലേക്ക് ഇതിടാൻ പോവാണ്. അവരുണ്ട് നല്ല ഇരുണ്ടിട്ടാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അയ്യോ ഇതൊക്കെ കൊള്ളായി ഗൈസ്. ഞാൻ ഓരോന്ന് ചേർത്തു നമ്മളെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് വേണ്ടേ. വെയിറ്റ് ഒരു മിനിറ്റ് കഴിക്കട്ടെ അവള്. വായ പൊള്ളും തൊള്ളു.
ഇത്തിരി കഴിച്ചാലുള്ള അറിയാൻ പറ്റില്ല. പൈസ കൊടുത്തേണ്ടാവും. ഞാൻ എപ്പോഴും ഇത് കഴിച്ചിട്ട് കഴിക്കാം. അപ്പൊ ഇരു അറിയില്ല. കഴിച്ചോ? കഴിച്ചു. ഫുള്ള് കഴിച്ചു. എനിക്കൊരു ഇഷ്ടമുള്ള കൂടുതലാ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാം. ആദ്യം പിടിക്കാൻ പഠിക്കട്ടെ. ലിപ്സ്റ്റിക് ഇടണ്ട. എങ്ങനെയുണ്ട്? ഇതിന്റെ ബ്ലാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ഇഷ്ടായി. ഞങ്ങള് കേക്ക് മുറിക്കാൻ പോകാം. ഈ വീഡിയോ കണ്ടിട്ട് ആരും മേടിക്കണം. ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് അവൾ അറിയാണ്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളെ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി. ഞങ്ങൾ വരുമ്പോഴേക്കും അവൾ വന്നു ഗൈസ്. ഞങ്ങളത് കോളായി. പക്ഷെ ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കട്ട് ചെയ്താലോ? കേക്കിന്റെ കൂടെ ചെലവും തന്നോട്ടാ. എന്ത് ചെലവ്? ചെലവും കിട്ടിയിട്ടുണ്ട്. കിളി പോയി കണ്ണട പറഞ്ഞില്ലേ നമ്മള് ഇവിടെ ബർത്ത്ഡേ ഇല്ലേ കഴിഞ്ഞു. ഇനിയിപ്പോ ഓപ്പർ അടിച്ചിട്ട് കത്തി എടുത്ത് കളഞ്ഞാ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് സംഭവം നൈസായിട്ടാ. ഞങ്ങൾ അവളോട് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഞങ്ങളോട് കൈ പിടിക്കാൻ പറയാറുണ്ട്. എന്താ ഞങ്ങൾ അവസാനം കൈ പിടിച്ച് ഒരുമിച്ച് കട്ട് ചെയ്തു.